2000 ആണ്ടിൽ നോർത്ത് അമേരിക്കൻ മലങ്കര കത്തോലിക്ക കൂട്ടായ്മയുടെ കൺവെൻഷൻ നടന്നത് ഫിലഡൽഫിയയിൽ എന്ന സ്ഥലത്താണ്. അന്ന് അവിടെ നടന്നതായ ആ കൺവെൻഷനിൽ അഭിവന്യ സിറിൽ മാർ ബസേലിയോസ് പിതാവ്, അതുപോലെ ക്രിസ്ത്യൻ തിരുമേനി, അതുപോലെ തിമോത്തിയോസ് തിരുമേനി, ദിവനിയാസോസ് തിരുമേനി എല്ലാം ഉണ്ടായിരുന്നു. അവിടുത്തെ കൺവെൻഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പ്രഭാത ഭക്ഷണത്തിന് സിറിൽ പിതാവിനോടൊപ്പം ജോർജ് ഉണ്ണോണി അച്ഛനും ഞാനും ഉണ്ടായിരുന്നു. രാവിലെ 8:30 മുതൽ 11:30 വരെ സിറിൽ പിതാവ് സഭാസംബന്ധമായ അനേക വിഷയങ്ങൾ പറഞ്ഞു. അത് ദൈവശാസ്ത്രമുണ്ട്, തത്വശാസ്ത്രമുണ്ട്, ഏതെല്ലാം വിഷയങ്ങളുണ്ട്. അതെല്ലാം അതിമനോഹരമായി ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിതാവ് പറഞ്ഞൊരു വചനമാണ് ഞാൻ ഓർമ്മിക്കുന്നത്. ചരിത്രത്തെ അവഗണിക്കുന്നവരെ ചരിത്രം അവഗണിച്ച് കുപ്പത്തൊട്ടിയിൽ തള്ളും. ചരിത്രത്തെ അവഗണിക്കുന്നവരെ ചരിത്രം അവഗണിച്ച് കുപ്പത്തൊട്ടിയിൽ തള്ളും. പിതാവ് പറഞ്ഞു, റോമിൽ പഠിക്കുന്ന സമയത്ത് പേഴങ്കാട്ടിലച്ചൻ പറഞ്ഞു, സിറിലച്ച, പോർട്ടുഗീസുകാരുടെ ആർക്കൈവ്സിൽ ഞാനൊരു ഡോക്യുമെൻ്റ് കണ്ടു. സിറിലച്ചൻ അത് പ്രയോജനം ചെയ്തേക്കും. അദ്ദേഹം പോയി 1653 കൂനൻകുരിശിന് ശേഷം കൊച്ചിയിൽ നയിച്ച ഒരു രേഖയാണത്. പിതാവ് പറഞ്ഞു, അത് പൊതിഞ്ഞ് വാട്ടിയ വാഴ ഇലയിൽ പൊതിഞ്ഞ് വീണ്ടും ഒരു വാഴയിലോട്ട് പൊതിഞ്ഞ് വാഴ നാരുകൊണ്ട് കെട്ടി അതുപോലെ സൂക്ഷിച്ചിരിക്കുകയാണ്. 1650കളിൽ നടന്ന സംഭവമാണ്. എന്നിട്ട് പിതാവ് പറഞ്ഞു, ഇതാണ് അവരുടെ ചരിത്രബോധം. എന്നിട്ട് പിതാവ് പറഞ്ഞു, കുറവലങ്ങാട് പള്ളിയിൽ അദ്ദേഹം പോയി ആർച്ച് ഡീക്കൻ്റെ കലറ തേടിപ്പോയതാ. ഒരു ദിവസം രാവിലെ 9 മണി മുതൽ 12:30 വരെ ആ വിശാലമായ സെമിത്തേരി മുഴുവൻ ആർച്ച് ഡീക്കൻ്റെ കല്ലറ തേടി നടന്നു. കല്ലറ കിട്ടിയില്ല. ഉച്ചയ്ക്ക് 12:30 ആയപ്പോൾ എന്നാൽ കാല് കഴുകി മടങ്ങിപ്പോരാമെന്ന് വിചാരിച്ച് കിണറ്റിൽ നിന്ന് കൂടെ ഉണ്ടായിരുന്ന പയ്യനെ കൊണ്ട് ഒരു തൊട്ടി വെള്ളം കോരിച്ചു. കാലൊന്ന് ഉരച്ച് കഴുകാൻ നോക്കിയപ്പോൾ ചില അക്ഷരങ്ങൾ തെളിഞ്ഞു വരുന്നു ആ കല്ലിൽ. അത് ആർച്ച് ഡീക്കൻ്റെ അദ്ദേഹത്തെ സംസ്കരിച്ച് കിടന്ന സ്ഥലത്തെ കല്ല് കാല് കഴുകാൻ കൊണ്ടിട്ടിരിക്കുന്നിടത്താണ്. എന്നിട്ട് പിതാവ് പറഞ്ഞു, ഇതാണ് നമ്മുടെ ചരിത്ര ബോധം. ഈ ഇരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും കാണുമ്പോൾ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുന്നതിന് കാരണം നമ്മൾ ഈ ചരിത്രത്തെ, നമ്മുടെ സഭാചരിത്രത്തെ വിസ്മൃതിയിൽ തള്ളാതെ അത് ഹൃദയത്തിൽ നെഞ്ചിലേറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതുകൊണ്ട് തന്നെയാണ്.